ആരാണ് ഗോവർദ്ധൻ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം നൽകിയത് ഒരു ഗോവർദ്ധനാണ് എന്നൊരു നിരീക്ഷണം വരുന്നു. ആരാണ് ഈ ഗോവർദ്ധൻ എന്ന ചോദ്യമാണ് ഇനി പ്രധാനമായും ഉയരുന്നത്. രാജീവിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. രാജീവ്, എനിക്ക് തെറ്റുപറ്റിയോ എന്ന ചോദ്യത്തിന് പത്മകുമാർ നൽകിയ ഉത്തരം, ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന പലരും തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ്. ആരാണ് പത്മകുമാർ ദൈവത്തെ പോലെ കരുതുന്ന ആ പ്രധാനപ്പെട്ട വ്യക്തികൾ? ഈ പോറ്റിയെ പോറ്റുന്നവർ അവരാണോ എന്ന ചോദ്യത്തിലേക്കാണ് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. പത്മകുമാർ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. രാജീവ് ഇന്ന് പുറത്തുവിട്ട ആ വാർത്തയ്ക്ക് ശേഷമാണ് ഒടുവിൽ പരോക്ഷമായി ഇങ്ങനൊരു കുറ്റസമ്മതമായി ഈ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത്. രാജീവ്, ഷാം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ പത്മകുമാറിന് കുരുക്കാകുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് തനിക്ക് ഇതുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ് ഇതിനെല്ലാം കാരണമെന്ന് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും മാധ്യമങ്ങൾ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് തനിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല, താൻ ഒരു തരി സ്വർണ്ണം പോലും എടുത്തിട്ടില്ല, സ്വർണ്ണം പോയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെ നടത്തും എന്ന് പറയുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ നമ്മൾ പുറത്തുവിട്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി അറിഞ്ഞുകൊണ്ടാണ് സ്വർണ്ണക്കട്ടിള ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത് എന്ന് തെളിയിക്കുന്ന രേഖകളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത്. 2019 തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തിരുന്നു. 2019 മാർച്ചിലാണ് ആദ്യം സ്വർണ്ണക്കട്ടിള അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. നേരത്തെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കടത്തി എന്ന് സംബന്ധിച്ചായിരുന്നു വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനു മുമ്പ് തന്നെ ശബരിമലയിൽ ഈ തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് നടന്നിരുന്നു എന്നതിൻ്റെ തെളിവുകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വരുമ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന മറ്റൊരു കാര്യം, ശബരിമലയിലെ യോഗദണ്ഡും രുദ്രാക്ഷവും കൊണ്ടുപോയത് പത്മകുമാർ തന്നെയാണ്. അതായത് പത്മകുമാറിൻ്റെ മകനാണ് ഈ യോഗദണ്ഡും രുദ്രാക്ഷവും കൊണ്ടുപോയത് എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വരുന്നു. ഇതോടുകൂടി അദ്ദേഹം വലിയ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അദ്ദേഹം ഇപ്പോൾ വാദിക്കുന്ന രീതിയിലാണെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യം നേരത്തെ പറഞ്ഞില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നുണ്ട്. പലതവണ അദ്ദേഹത്തെ മാധ്യമങ്ങൾ കണ്ടതാണ്. അപ്പോഴൊക്കെ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല ഈ രീതിയിൽ യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഒക്കെ താൻ അവിടെ വെച്ചാണ് സ്വർണം പൂശിയത് എന്ന കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ അത് വിവാദമാവുകയും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വരികയും വലിയ സംശയങ്ങൾ ഉയരുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇപ്പോൾ ചില അവകാശവാദങ്ങളൊക്കെയായി അദ്ദേഹം മുന്നോട്ട് വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2019 സ്വർണ്ണക്കട്ടള കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നീട് ഈ ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ പത്മകുമാർ തയ്യാറായിരുന്നില്ല എന്നാണ്. അദ്ദേഹമല്ല അത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനായിരുന്നു പത്മകുമാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സംശയങ്ങൾ ഈ വിഷയത്തിൽ പത്മകുമാറിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഉരുക്കി എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കി കയ്യിൽ സൂക്ഷിച്ചിരുന്നു എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ദേവസ്വം വിജിലൻസ് അത് റിപ്പോർട്ടായി നൽകിയിരിക്കുന്നു. അപ്പോൾ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്ന എൻ വാസു കൂടി സംശയത്തിന് നിഴലിലേക്ക് പോവുകയാണ്. എൻ വാസുവിനാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇമെയിൽ അയച്ചിരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം പൂശിയതിനു ശേഷമുള്ള കുറച്ച് സ്വർണം തൻ്റെ കയ്യിൽ ശേഷിക്കുന്നുണ്ട്, ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട് അത് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഒരു ഇമെയിൽ അയച്ചത്. അതിന് എൻ വാസു നൽകിയ മറുപടി, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിയില്ല, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വർണം പൂശിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്വർണം ഉപയോഗിച്ചുകൊണ്ട് വിവാഹം നടത്തുന്ന കാര്യമാണ് പറഞ്ഞതെന്നാണ് താൻ മനസ്സിലാക്കിയത്. അത് ദേവസ്വം ബോർഡിന് താൻ ആ ഇമെയിൽ സന്ദേശം കൈമാറുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതും സംബന്ധിച്ച് സംശയങ്ങൾ ഉയരുകയാണ്. എന്തുകൊണ്ട് എൻ വാസു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയില്ല? മാത്രമല്ല ഈ സ്വർണം എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ ഒരു പരിശോധന എൻ വാസുവിൻ്റെ കാര്യത്തിലും നടന്നില്ല എന്നത് വലിയൊരു ചോദ്യമായി തന്നെ ഉയരുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം എൻ വാസു നേരത്തെ ശബരിമലയിലെ ദേവസ്വം കമ്മീഷണറായിരുന്നു. ശബരിമലയിൽ വലിയ നിർണായക സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ആളാണ്. ആ ഒരു വ്യക്തിയാണ് ഇത്തരമൊരു കാര്യം ഉയർന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സംശയം പോലും ഉണ്ടായില്ല എന്ന് വാദം ഉന്നയിക്കുന്നത്. അതും സംശയത്തിന് ഇട നൽകുന്ന അത് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത്. ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഉരുക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചു, അത് അദ്ദേഹം കയ്യിൽ സൂക്ഷിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ശബരിമലയിൽ വലിയ കൊള്ള നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അതിന് കൂട്ടുനിന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭക്തർ വളരെ പവിത്രമായി കാണുന്ന ശബരിമലയിലെ യോഗദണ്ഡും അതുപോലെ തന്നെ രുദ്രാക്ഷവുമൊക്കെ യഥേഷ്ടം എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ആരാണ് ഇവർക്കൊക്കെ അധികാരം നൽകിയത് എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്. ശബരിമലയിൽ എന്തും ചെയ്യാമെന്ന ഒരു സാഹചര്യത്തിലേക്ക് ശബരിമലയെ എത്തിച്ചിരിക്കുന്നു. അതും ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട്
ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആ ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാട്, ഹൈന്ദവ വിശ്വാസികളെ അവിടേക്ക് കയറ്റാതിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതെല്ലാം ശരിവെക്കുന്നതാണ് പുറത്തു വരുന്ന ഓരോ തെളിവുകളും, ഓരോ ദിവസവും പുറത്തു വരുന്ന ഓരോ തെളിവുകളും. ശ്യാം.